ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ലും ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അപ്രതീക്ഷിതം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ നീക്കമുണ്ടാവുന്നത്. വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നു. ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബില്ലാണ് എന്ന വിമർശനം. നേരത്തെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹേമന്ത് സോറിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈടിയെടുത്ത പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഈടിയെടുത്ത കേസുകളുടെ എണ്ണം നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ ആ വിമർശനം പ്രധാനവുമാണ്, പ്രസക്തവുമാണ്. ബൽറാം, കേന്ദ്രത്തിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? കേന്ദ്രം അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? പാർലമെന്റിൽ ഇതിനെ എങ്ങനെ നേരിടാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്? ബൽറാം. രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് 3 ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന കാര്യം ലിസ്റ്റ് ചെയ്തത്. അത് ഏറെ സുപ്രധാനം അല്ലെങ്കിൽ ഏറെ നിർണായകമായ 3 ബില്ലുകളാണ്. അതിൽ ഏറ്റവും പ്രധാനം 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഇതനുസരിച്ച് 30 ദിവസം ജയിലിനകത്ത് അറസ്റ്റ് ചെയ്ത് 30 ദിവസം കസ്റ്റഡി പിന്നിട്ട മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ആയിക്കൊള്ളട്ടെ, അവരെ എല്ലാം തന്നെ പദവിയിൽ നിന്നും പുറത്തു പോകണം എന്നുള്ളതാണ് ഈ ബില്ലിലെ ഒരു വ്യവസ്ഥ. 31-ാം ദിവസം അവരെ പുറത്താക്കാൻ കഴിയും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അത് 5 വർഷത്തിന് മുകളിൽ ശിക്ഷിക്കപ്പെടുന്ന വകുപ്പുകൾ ചുമത്തി അറസ്റ്റിലായാൽ മതി. അവർ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ കോടതി അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തണം എന്നില്ല എന്ന് തന്നെയാണ് ഈ ബില്ലിലെ ഏറെ ഗൗരവതരമാക്കുന്നതും. ഇതിനെതിരെയാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ച് ഉള്ള ഒരു ബില്ലാണ് ഇത് എന്നും കഴിഞ്ഞ കാലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എടുത്ത കേസുകൾ രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസുകളാണ് എന്നും അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാർ തന്നെ ഈ ഒരു കാലാവധിയേക്കാൾ കൂടുതൽ ജയിലിൽ കിടന്നിട്ടുണ്ട്, കസ്റ്റഡി കാലാവധിയിൽ. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേസെടുക്കുകയും ആ സർക്കാരുകളെ അട്ടിമറിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ബില്ല് എന്ന വിമർശനമാണ് ഉയരുന്നത്. ബില്ലിനെ നഖശികാന്തം എതിർക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ ഈ ബിൽ നടപ്പാക്കാൻ വേണ്ടിയല്ല, ഇത് ചവറ്റുകുട്ടയിൽ എറിയാൻ പോകുന്ന ഒരു ബില്ലാണ്. മറിച്ച് നിലവിൽ ഇപ്പോൾ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുന്നു. വലിയ തോതിൽ അത് ചർച്ചയാകുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് അപ്രതീക്ഷിതമായി ഈ ഒരു ബില്ലിന്റെ അവതരണം കൊണ്ടുവന്നത് എന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ. നേരത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ ബില്ല് കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു യോഗം മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത് തുടർന്ന് സഭയിൽ സ്വീകരിക്കേണ്ട നയ സമീപനങ്ങൾ തീരുമാനിക്കുന്നത് പ്രതിപക്ഷം. എന്തായാലും ശക്തമായി ഈ ബില്ലിനെ എതിർക്കും എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് 2 ബില്ലുകൾ, അത് കശ്മീരുമായി ബന്ധപ്പെട്ട ഭേദഗതി, ഒപ്പം കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായുള്ള ഭേദഗതി ബില്ലുകളും ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവതരിപ്പിക്കുന്ന ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് വിരട്ടലിനും ഭീഷണിക്കും വിലപേശലിനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കം, കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം എന്ന വിമർശനം ഉയർത്തുകയാണ് പ്രതിപക്ഷം. സഭയിൽ ഈ ബില്ലെത്തിയാൽ അതിശക്തമായ പ്രതിഷേധം ഉയർത്തും എന്ന് പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.